ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും പ്രക്ഷുബ്ധമായി നിയമസഭ. സഭാ കവാടത്തിൽ പ്രതിപക്ഷ എംഎൽഎമാരായ നജീബ് കാന്തപുരവും CR മഹേഷും സത്യഗ്രഹം ആരംഭിച്ചു. അതേസമയം പ്രതിപക്ഷം സമരം നടത്തുന്നത് ഹൈക്കോടതിക്കെതിരെയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നത്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുമെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയെ അറിയിക്കുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ ഇന്ന് സംഭവിച്ചത് സഭയിൽ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് SITയുടെ മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തുന്ന അനാവശ്യ സമ്മർദ്ദം ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 2 MLAമാർ സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് നജീബ് കാന്തപുരം MLAയും അതോടൊപ്പം CR മഹേഷ് MLAയും സഭാ കവാടത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണയോടെ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. സഭയ്ക്കകത്തും വലിയ വാക്പോരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നും നടന്നത്. പ്രതിപക്ഷ നേതാവ് കൃത്യമായി, അതായത് ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന സൂചന നൽകി തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ളവരെ ഒരു വശത്ത് സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് പാർട്ടിക്കെതിരെ നിലപാട് എടുക്കുന്നവരെ, പാർട്ടിയുമായി ബന്ധപ്പെട്ട തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഒരു ദിവസത്തിനകം പുറത്താക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത് വിരോധാഭാസമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്നെടുത്തതിന് പോലീസ് അന്വേഷണം നടത്തി ജയിലിലിട്ടിരിക്കുന്ന CPM നേതാക്കന്മാർക്കെതിരായി നടപടിയില്ല. സ്വർണം മോഷ്ടിച്ചവർക്കെതിരായി നടപടിയില്ല. പാർട്ടിയിൽ നടന്ന ഒരു കൊള്ള പുറത്തു പറഞ്ഞ ആൾക്കെതിരായി 24 മണിക്കൂറിനകം പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. CPMൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ശ്രീ TP ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇന്ന് കുഞ്ഞുകൃഷ്ണനും നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ്. ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല, പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ കുഞ്ഞകൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം അതിരൂക്ഷമായ വിമർശനം സഭയുടെ നടുത്തളത്തിൽ ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിലാണ് അതിന് മറുപടി നൽകിയത്. ഇപ്പോൾ നടക്കുന്ന സമരം അത് സഭയ്ക്കെതിരെയല്ല, ഹൈക്കോടതിക്കെതിരെയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അതായത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്ന, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അങ്ങനെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ അതിൽ സുതാര്യതയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ സഭയ്ക്കകത്ത് സമരം ഉണ്ടാക്കുന്നത് അത് ഹൈക്കോടതിയോടുള്ള വെല്ലുവിളിയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരിക, യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. പയ്യന്നൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ മർദ്ദനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അത് സബ്മിഷനായി ഉന്നയിക്കാമെന്ന് മാത്രമായിരുന്നു സ്പീക്കർ നൽകിയ മറുപടി. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ സഭാതലത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയെങ്കിലും പിന്നീട് സഭാ നടപടികളുമായി സഹകരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ നൽകിയ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സഭാ നടപടികളുമായി സഹകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമെന്നതിന്റെ സൂചനയായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ സഭാ നടപടികളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.